നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു കല്യാണം കഴിക്കാത്ത പെണ്ണും ഒരു കല്യാണം കഴിക്കാത്ത ചെറുക്കനും അവർ തമ്മിൽ ഒരു കൊച്ചുണ്ടായ എന്താ പറയുക? അവിഹിതം. ഇനി അങ്ങനെ സംഭവിച്ചാലോ? മോസ്റ്റ് പ്രോബബ്ലി ആ ചെറുക്കൻ്റെ ജീവിതം പോവും, ആ പെണ്ണിന്റെ ജീവിതം പോവും, ആ കൊച്ചിനും കഷ്ടകാലം. വീട്ടുകാരുടെ കാര്യം പിന്നെ പറയണ്ട, അവരും നാറും. നമ്മുടെ കൾച്ചർ അനുസരിച്ച് ഇപ്പോഴും നമുക്കിത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വിവാഹം എന്ന് പറഞ്ഞാൽ ആ ഒരു ചടങ്ങിലൂടെയാണ് പിള്ളേരുണ്ടാകാൻ പാടുള്ളൂ എന്നാണ് നമ്മുടെ ഒരു കൾച്ചർ. ഇനി അത് ശരിയാണോ തെറ്റാണെന്നുള്ളത് വേറെ കാര്യം. കഴിഞ്ഞ ദിവസം ഒരു റിസർച്ച് ഡാറ്റ പുറത്തു വന്നു. ഈ ഡാറ്റയ്ക്കകത്ത് അവർ പഠിച്ചേക്കുന്നത് ഓരോ രാജ്യത്തും ഉണ്ടാകുന്ന പിള്ളേരിൽ എത്ര ശതമാനമാണ് കല്യാണം കഴിക്കാത്ത കപ്പിൾസിനുണ്ടാകുന്നതാണ് അവർ പഠിച്ചേക്കുന്നത്. ഇതിന്റെ ഡാറ്റ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. കാണിക്കാം. ഇതാണ് ആ ഡാറ്റ. കൊളംബിയാണ് നമ്പർ 1. അതായത് കൊളംബിയയിൽ ഉണ്ടാകുന്ന പിള്ളേരിൽ 87% പിള്ളേരും കല്യാണം കഴിക്കാതെ ഉണ്ടാകുന്ന പിള്ളേരാണ്. അതായത് 100 പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ 87 പിള്ളേരും കല്യാണം കഴിക്കാതെ ഉണ്ടാകുന്ന പിള്ളേരാണ്. ഞാൻ മെയിനായിട്ടുള്ള രാജ്യങ്ങളൊക്കെ അവിടെ നിന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. UK കണ്ടോ, ഏകദേശം 47, ഏകദേശം 50, അതായത് ഏകദേശം 100 പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ 47 പിള്ളേര് കല്യാണം കഴിക്കാതെ ഉണ്ടാകുന്ന പിള്ളേരാണ്. അമേരിക്ക ക്ലോസ് ടു 40, അതായത് 100%-ൽ 40% പിള്ളേരും കല്യാണം കഴിക്കാത്തവർക്ക് ഉണ്ടാകുന്നതാണ്. ഓസ്ട്രേലിയ ഏകദേശം 39 or 38 ഏതാണ്ട്. അതുപോലെ തന്നെ കാനഡ ഏകദേശം 27, അതായത് ഏകദേശം 100 പിള്ളേരുണ്ടാകുന്ന 27% പിള്ളേരും കല്യാണം കഴിക്കാത്ത കപ്പിൾസിനുണ്ടാകുന്നതാണ്. ഞെട്ടിയില്ലേ? ഞാൻ ഞെട്ടി. ഇനി നമുക്ക് ഇന്ത്യയുടെ കാര്യം അറിയണ്ടേ? ഈ സ്റ്റഡി അനുസരിച്ച് ഇന്ത്യനെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതായത് ഇന്ത്യയുടെ വാല്യൂ തീരെ കുറവായിരുന്നു. അതായത് 1%-ലും കുറവായിരുന്നു. അതായത് 100 പിള്ളേരുണ്ടാകുന്നതിൽ 1 പിള്ളേർ കുറവായിരുന്നു ഇങ്ങനെ കല്യാണം കഴിക്കാതെ ഉണ്ടാകുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കൂടുതലും ഇങ്ങനെ ലിവിങ് ടുഗദർ, അതായത് അവരുടെ കൾച്ചർ അനുസരിച്ച് അവർക്കത് ഓക്കെയാണ്. അവിടെയാണ് ഇത് കൂടുതലും കണ്ടെടുക്കുന്നത്. പിന്നെ ഉണ്ടായിരിക്കുന്നത് ഈ വെസ്റ്റേൺ ഈ യൂറോപ്പ് കൺട്രീസ്, അതായത് സ്വീഡൻ, പോർച്ചുഗൽ, നോർവേ, ഐസ്ലാൻഡ്, ഈ കൺട്രീസിലൊക്കെ ഏകദേശം 50% ആ ലിസ്റ്റ് അനുസരിച്ച്. അവിടെയും അവരുടെ കൾച്ചറലി ഇത് ഓക്കെയാണ്. ഈ ഏഷ്യൻ കൺട്രീസിലോട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ നമ്പർ കുറഞ്ഞു വരുന്നത്. അതായത് കൂടുതലും പിള്ളേർ ഏഷ്യൻ കൺട്രീസിൽ ഉണ്ടാകുന്നത് കല്യാണം കഴിച്ചിട്ട് മാത്രമേ പിള്ളേരുണ്ടാകാറുള്ളൂ. അതായത് അവർ കല്യാണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റാന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും പലർക്കും തെറ്റാണെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ശരിയാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ശരിയാണെന്ന് വിചാരിക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നതും ശരിയല്ല. മനസ്സിലായോ?